നിയമസഭയിൽ കാണാത്ത കാഴ്ചകൾ കൂടിയാണ് കണ്ടത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും വെല്ലുവിളിയും കയ്യേറ്റവും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അതെ വിനീത, സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ പ്രക്ഷുബ്ധമായിരുന്നു ഇന്ന് നിയമസഭ. നേരത്തെ വിനീത പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വലിയ ശബ്ദാനമായ സംഭവങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ തന്നെ. പക്ഷേ ഇത് ചോദ്യോത്തര വേള തന്നെ തുടങ്ങി എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ചോദ്യോത്തര വേള തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കിയ വിഷയം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയത്. അപ്പോൾ തന്നെ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് അതിൽ വിശദീകരണം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തു പോയതിന് ശേഷവും ചോദ്യോത്തര വേള തുടരുകയായിരുന്നു. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇടയിൽ സ്പീക്കറും പരസ്പരം കൊമ്പ് കോർക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും പരസ്പരം വലിയ തോതിലുള്ള വാക്പോരിലേക്കും കാര്യങ്ങൾ മാറി. താൻ വലിയ വിശ്വാസിയാണെന്നും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് താങ്കളെപ്പോലെ ഒരു അഴിമതിക്കാരനാകരുതേ എന്നുള്ളതുമായിരുന്നു എന്നാണ് വി.ഡി. സതീശൻ്റെ പ്രസംഗം. അതോടുകൂടി പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അതായത് വളരെ അപക്വമായി പെരുമാറുന്നു. സതീശനല്ല പിണറായി വിജയൻ, തന്നെ ഈ സമൂഹത്തിനറിയാം എന്ന രീതിയിൽ ശബ്ദമുയർത്തിയതോടുകൂടി ഭരണപക്ഷ അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും കടുത്ത വാക്കേറ്റം തുടങ്ങി. അതിനിടയിൽ പ്രതിപക്ഷം സഭയിലെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഒരു ഘട്ടത്തിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എയും IC ബാലകൃഷ്ണൻ എം.എൽ.എയും ഡയസിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സ്ഥിതിയുമുണ്ടായി. ആ സമയത്ത് ചീഫ് മാർഷൽ ഇരുവരെയും ബലം പ്രയോഗിച്ച് തള്ളിമാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും സ്പീക്കറുടെ മുഖം മറക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരായ ബാനർ സഭയിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ബഹളം എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് വാച്ച് ആൻഡ് വാർഡിന്റെ നിയന്ത്രണത്തിലേക്ക് സ്പീക്കറുടെ സ്പീക്കറുടെ ഡയസ് എത്തുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ വാക്കേറ്റവും ബഹളവും എല്ലാമാണ് സഭയിൽ നടന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കേണ്ടിയിരുന്ന മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ആ വിഷയം ചർച്ച ചെയ്യാതെ പിരിയുകയാണ് ഉണ്ടായത്. രണ്ട് ഭാഗത്തു നിന്നും അതിന് കൃത്യമായ ന്യായീകരണമുണ്ട്. അതായത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കി മാറ്റി. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗം സഭാ TV-യിൽ നിന്ന് നീക്കം ചെയ്തു. അങ്ങനെ എല്ലാ അവകാശങ്ങളും ലംഘിക്കുന്ന രീതിയിൽ പ്രതിപക്ഷം മാറിയപ്പോഴാണ് അങ്ങനൊരു നിലപാടെടുത്തത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്താൽ പണി കിട്ടുക പ്രതിപക്ഷത്തിനാണ് എന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്തത് എന്ന വിമർശനമാണ് ഭരണപക്ഷം ഉന്നയിച്ചത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കാലത്തൊന്നുമില്ലാത്ത വലിയ രീതിയിലുള്ള വിഷയങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. വിനീത. ശരി, TV പ്രസാദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിയമസഭയിൽ കൊമ്പുകോർക്കുന്ന മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയുമാണ് ഇന്ന് നമ്മൾ കണ്ടത്. രൂക്ഷമായ വാക്കേറ്റമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഉണ്ടായതും. നിലവാരമില്ല എന്ന് പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വാക്കേറ്റവും ഉണ്ടായത്. അതേ നാണയത്തിൽ മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവിനെയുമാണ് നമ്മൾ ഇന്ന് നിയമസഭയിൽ കണ്ടത്. മനസ്സിൽ വെച്ചാൽ മതി, അതൊന്നും എൻ്റെ അടുത്ത് ഏശില്ല കേട്ടോ. നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല കണ്ണാടിയിൽ നോക്കേണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിക്കാത്തത്? എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളി വിട്ടത്? നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു, അവിടെ വന്നിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത്? നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത്? അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട. സതീശനല്ല പിണറായി വിജയൻ, അത് മനസ്സിലായിക്കൊള്ളണം. സതീശൻ എന്ന് പറയുന്നത് കാപട്യത്തിന്റെ മൂർത്തീകരണമാണ്. ആ കാപട്യത്തിന്റെ മൂർത്തീകരണമല്ല ഞാൻ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. അത് മനസ്സിലാക്കിയാൽ മതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്ന. സാർ, അങ്ങ് എന്നെക്കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത്. സാർ, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം,
അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്നും അതുകൊണ്ട് എന്റെ നിലവാരം അങ്ങ് വരണ്ട, എന്റെ നിലവാരം ഇളക്കാൻ അങ്ങ് വരണ്ട. ആർ റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, സഭാരേഖകളിൽ നിന്ന് ഏതായാലും വി ഡി സതീശിന്റെ പരാമർശങ്ങൾ സ്പീക്കർ നീക്കിയിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായ രൂക്ഷമായ വാക്കേറ്റം അത് തന്നെയാണ് വലിയ ശ്രദ്ധ. ഏറെ നേരം നീണ്ടുനിന്നു എന്നതാണ്. നിലവാരമില്ല എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. വിവിധ രൂക്ഷമായ പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിതനാക്കിയത്. തിരിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. അതിന് മുഖ്യമന്ത്രി സഭയിൽ അതിരൂക്ഷ ഭാഷയിൽ മറുപടിയും നൽകി. ഏറെ നേരം ഇരുവരും തമ്മിലുള്ള വാക്പോര് നീണ്ടതോടെ സഭ ബഹളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരുപക്ഷെ ഈ അടുത്തൊന്നും സഭയിൽ ഇല്ലാത്ത തരത്തിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പ് കോർത്തത്. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതും വാക്പോരുണ്ടാകുന്നതും ഒക്കെ അത് പതിവാണ് നിയമസഭാ സമ്മേളനത്തിൽ. പക്ഷേ ഈ തരത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേർക്കുനേർ വാക്പോരുണ്ടാകുന്നത് വളരെ പരിമിതമാണ്. ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ഇരുവരും പ്രതികരിക്കുമെന്ന് സഭയിലെ മറ്റംഗങ്ങളും ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഭരണപക്ഷി അംഗങ്ങൾ കൂടി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുമെന്ന തോന്നലുണ്ടായി. കാരണം ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ തൊട്ടപ്പിറകിലേക്ക് എത്തി. പ്രതിപക്ഷ അംഗങ്ങളാകട്ടെ സ്പീക്കറുടെ ഡയസിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തി അവിടെ വാച്ച് ആൻഡ് വാർഡർമാർ ഇടപെടുന്നു. അങ്ങനെ ഒരു സംഘർഷഭരിതമാകുന്ന സാഹചര്യം വന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതും. അടുത്ത ദിവസങ്ങളിലും സഭയിൽ സമാനമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ സഭ കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിനീത, ശരി, റോഷിപാലാണ് വിവരങ്ങൾ